കൊല്ലം നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതത്തിന് വേണ്ടിയുള്ള തിരച്ചിലിനായി നാവികസേന എത്തിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് റെസ്ക്യൂ കപ്പലും മുങ്ങൽ വിദഗ്ധരും അടക്കമുള്ള സംഘമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ഹെലികോപ്റ്ററുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യവും സുരേഷ് ഗോപിയാണ് ഒരുക്കിയത്. അമൃതപുരിയിൽ കോളേജ് അധികൃതരുടെ സഹകരണത്തോടെ പുതിയ എമർജൻസി ഹെലിപ്പാഡും സജ്ജമാകുന്നു. വിവരങ്ങളുമായി മനോജ് ഉണ്ട്. മനോജ്, ഒരു കാര്യമുണ്ട്, കാരണം ഈ കൊല്ലത്തെ ഗൗതം കൃഷ്ണയുടെ അമ്മ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോയി കിടന്ന് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിനൊപ്പം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും. അതും നാവികസേനയും കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകളും അടക്കുന്ന വിപുലമായ തെരച്ചിൽ. അതിൽ ഈ പറയുന്ന സേനകൾക്ക് വേണ്ടി വരുന്ന ഇന്ധനം നൽകാൻ പെട്രോളിയം മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ, കരുതൽ വലുതാണ്. ആ അമ്മ നമ്മോട് സംസാരിച്ചിട്ടുമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിന് മുൻപ് എന്തൊക്കെ നടപടികളാണ് അദ്ദേഹം ഈ ഗൗതം കൃഷ്ണയുടെ തെരച്ചിലിനായി ചെയ്തിട്ടുള്ളത്? പ്രജിത്ത്, ഗൗതം കൃഷ്ണയെ കാണാതായി ഇന്ന് 10ാം ദിനമാണ്. അതായത് വള്ളം കടലിലേക്ക് പോകുന്നു, അപകടമുണ്ടാകുന്നു, അതിൽ 2 പേരെ മരിക്കുന്നു, അവരുടെ മൃതദേഹം കിട്ടുന്നു, ഒരാളെ കാണാതാകുന്നു. ഇതെല്ലാം ഒരു കുടുംബത്തിലുള്ള ആളുകളാണ്. ഈ തൻ്റെ മകനെ കാണാത്തത്, അതിൽ പരിശോധന ഇല്ലാത്തതിലുമൊക്കെ വലിയ പ്രതിഷേധം ഈ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഫിഷറീസ് വകുപ്പ് അല്ലെങ്കിൽ ഈ കോസ്റ്റൽ പോലീസ് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ രേഷ്മ അന്ന് കോസ്റ്റൽ പോലീസിന് മുന്നിലെത്തി പ്രതിഷേധിച്ചത്. വലിയ ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് പിന്നാലെ ഈ തിരച്ചിലൊക്കെ പുനരാരംഭിച്ചത്. അന്ന് തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രേഷ്മയെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. കൃത്യമായും ഏതു വിധത്തിലുള്ള സഹായവും ഉറപ്പ് നൽകിയിരുന്നു. അക്കാര്യം തന്നെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഗൗതമിൻ്റെ അമ്മ പറഞ്ഞിരുന്നു ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധനയും നാവികസേനയുടെയൊക്കെ ഒരു സഹായം വേണമെന്നുള്ള കാര്യം. അത് കൃത്യമായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുംബൈയിലുള്ള ആസ്ഥാനത്ത് ബന്ധപ്പെടുകയും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും നാവികസേനയുടെ INS കൽപ്പേനി എന്ന ഒരു റെസ്ക്യൂ ഷിപ്പ് ഇന്ന് ഈ നീണ്ടകരയിലേക്ക് എത്തുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ സേവനം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ കൊച്ചിയിൽ നിന്നും നീണ്ടകരയിലേക്ക് എത്തി പരിശോധന നടത്തണമെങ്കിൽ അതിൽ ഇന്ധനത്തിന് പരിമിതിയുണ്ട്. ആ ഇന്ധനം കൂടെ ആവശ്യമാണ്. അപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിലും അതോടൊപ്പം ATSഉം ഒക്കെ സഹകരിച്ചുകൊണ്ട് അവരുടെയൊക്കെ ഒരു സേവനം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമെന്ന് പറയുന്നത്. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററുകൾക്ക് എത്താൻ വേണ്ടി കരുനാഗപ്പള്ളി ഈ അമൃത ക്യാമ്പസിൽ, അതായത് മാതാ അമൃതാനന്ദമയി മഠം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ആവശ്യമാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള സഹകരണം ഉണ്ടാകുമെന്ന്. ഈ കേന്ദ്രമന്ത്രിയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം ആ ക്യാമ്പസിൽ തന്നെയാണ് പ്രത്യേക റൺവേയും അതോടൊപ്പം തന്നെ ഹെലിപാഡും ഒക്കെ നിർമ്മിച്ചത്. അവിടെ എത്തുന്ന ഈ ഹെലികോപ്റ്ററിൽ ഇന്ധനം നിറച്ച ശേഷം പിന്നീട് കൊല്ലത്തേക്ക് എത്തുന്നു. നീണ്ടകരയിലെത്തി ആകാശമാർഗമുള്ള ഒരു പരിശോധന നടത്തുന്നു. അതോടൊപ്പം തന്നെ നേവിയുടെ ഈ ഷിപ്പിൽ നിന്നും സ്ക്യൂബ ഡൈവേഴ്സ് ഉണ്ട്. അവർ പ്രത്യേകം ഡിഗ്ഗി ബോട്ടുകളിലായി പ്രത്യേക തിരച്ചിൽ നടത്തുന്നു, മുങ്ങിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. ഇത് കൂടാതെ തന്നെ ഡ്രോൺ പരിശോധനയും മറ്റ് ബോട്ടുകളിലുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ പരിശോധനയുമുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള പരിശോധനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഓരോ ഭാഗത്തും ഈ അപകടം നടന്ന ഭാഗത്തൊക്കെ തിരച്ചിൽ നടത്തി നിരാശയോടെ മടങ്ങുകയാണ് ഓരോ ദിവസവും. കാരണം ഗൗതമിനെ ഇതുവരെ കണ്ടെത്താനായില്ല. ഇന്ന് ആ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ കൃത്യമായും പറയുന്നത് ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഇടപെടലെന്ന് പറയുന്നത് അത് ഒരു വിധത്തിലും മത്സ്യത്തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ്. കാരണം ഈ ഒരു മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു വകുപ്പായി ഫിഷറീസ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. തങ്ങളെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് ആ അമ്മ പറയുന്നത്, അതായത് ഫോണിലൂടെ അദ്ദേഹം നൽകിയ ഉറപ്പ്, തനിക്കത് ആ ഒരു നാവികസേനയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അത്തരത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചു, ആ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിനുശേഷം നാവികസേന തന്നെ എത്തുന്നു. അത് വലിയ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മനോജ് അമ്മയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുൻപ് ഒരു ചോദ്യം. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളോ നടപടികളോ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അതിനെപ്പറ്റിയുള്ളതൊന്നും നമ്മൾ എവിടെയും കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. മനോജ്,
ഇതിൽ ആദ്യമായി തന്നെ തിരച്ചിലെന്ന പേരിൽ ആദ്യം കുറച്ച് ദിവസമൊക്കെ തിരച്ചിൽ നടന്നുവെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് തിരച്ചിൽ നടക്കാതെ ആയപ്പോൾ തങ്ങളെ അവഗണിക്കുകയാണെന്ന് തോന്നിയിട്ടാകണം സ്വാഭാവികമായും ഈ അമ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. പിന്നീട് ചർച്ചയ്ക്ക് എത്തുമ്പോൾ ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥ, അതായത് ആ ഉദ്യോഗസ്ഥയെ പിന്നീട് സ്ഥലം മാറ്റുകയുണ്ടായി. ഉദ്യോഗസ്ഥ ഈ അമ്മയോട് പറയുകയാണ്, നിങ്ങളൊന്നും ഡിമാൻഡ് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ ഇപ്പോഴല്ലേ ഡിമാൻഡ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാത്തത് എന്ന രീതിയിലായിരുന്നു. അത്തരത്തിൽ ഒരു പരാമർശമുണ്ടാകുന്നു. പിന്നീട് അത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇതുവരെ ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു കുടുംബത്തിലെ 3 പേരെ നഷ്ടമായി, ഒരമ്മ ആ വേദനയോടുകൂടി പ്രതിഷേധത്തോടുകൂടി ഇരിക്കുകയാണ്. ആ സമയത്ത് ആ വീട്ടിലേക്കൊന്ന് വരാൻ പോലും ഫിഷറീസ് വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല. ഈ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടപെടലോ നടന്നിട്ടില്ല എന്നുള്ളതാണ് ആ കുടുംബം പറയുന്നത്. കാരണം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംരക്ഷണത്തിനും അവരുടെ സേവനങ്ങൾക്കൊക്കെ ഉറപ്പ് നൽകുന്നതായിരിക്കണം ഒരു വകുപ്പെന്ന് പറയുന്നത്. പക്ഷേ ആ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അവഗണന ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ്. എന്തായാലും കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആവുന്ന രീതിയിലൊക്കെ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പരിശ്രമിച്ചതിൻ്റെ ഫലമായി നാവികസേനയുടെ കപ്പലടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ ഫിഷറീസ് വകുപ്പിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളൊന്നും ആദ്യ ദിനങ്ങളിൽ ചെയ്തില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഈ സ്ഥലത്തെ MLA എന്നുള്ള നിലയിൽ മന്ത്രി ഷിബു ബേബി ജോൺ അവിടേക്ക് എത്തിയിരുന്നു. പക്ഷേ മറ്റു മന്ത്രിമാർ അവിടേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഈ വകുപ്പ് മന്ത്രി അവിടേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യമാണ്. കാരണം തങ്ങളുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു അപകടമുണ്ടാകുന്നു, അതിൽ 3 പേർ നഷ്ടപ്പെടുന്നു. പക്ഷേ ആ വീട്ടിലേക്ക് എത്താതെ ഫോണിലൂടെ മാത്രം സംസാരിക്കുന്ന ഒരു മന്ത്രി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് രീതിയിൽ, അതായത് ഈ തിരച്ചിലെന്ന് പറയുമ്പോൾ ആദ്യം ഘട്ടം മുതൽ തന്നെ ഈ അമ്മ ആവശ്യപ്പെട്ടത് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഡ്രോൺ സഹിതമുള്ള പരിശോധനകൾ നടത്തണമെന്നാണ്. ആദ്യമൊക്കെ തന്നെ ബോട്ടിലാണ് പരിശോധന നടത്തിയിരുന്നത്. പിന്നീട് ആ പരിശോധനയുടെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പിന്നീട് അതിനുശേഷം വലിയ രീതിയിലൊരു പരിശോധന നടന്നില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ നീണ്ടകരയിൽ ശക്തമായിട്ടുള്ള പരിശോധന. അത് ഈ കേന്ദ്രമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നും അതോടൊപ്പം തന്നെ ഈ മാതാ അമൃതാനന്ദമയി മഠം അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെയൊക്കെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഈ ഒരു തിരച്ചിൽ നടക്കുന്നത്. സർക്കാർ, അതായത് സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റ് ഇടപെടലുകൾ നടത്തേണ്ടി വരുന്നത്. എന്തായാലും ഇത്തരം തിരച്ചിൽ നടത്തുന്നത് ഒരു 26-കാരനായിട്ടുള്ള മത്സ്യത്തൊഴിലാളി യുവാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ അമ്മയുടെ സങ്കടം എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ടാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഇതിലൊരു ഇടപെടൽ നടത്തുന്നതും അവിടെ നേവിയുടെ കപ്പൽ എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നതും ഹെലികോപ്റ്ററുകൾ എത്തുന്നതും ആ ഹെലികോപ്റ്ററുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള ആവശ്യകത പരിമിതികൾ മറികടക്കാനായി പെട്രോളിയം മന്ത്രാലയത്തെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു. അതിന് പിന്നാലെ ആ ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡ് ചെയ്യാനും ഇന്ധനം നിറയ്ക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങൾക്കായി അമൃതപുരിയിൽ പ്രത്യേക ഹെലിപാഡിൻ്റെ സജ്ജീകരണങ്ങളും ഉണ്ടാകുന്നു. സംസ്ഥാന സർക്കാർ കണ്ടുപഠിക്കേണ്ട കാര്യമാണത്. ആ വീട്ടിലേക്ക് പോകുന്നതിനപ്പുറം ആ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ അവർക്കൊരാശ്വാസമാകാൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഇടപെടലിന് ഈ സംസ്ഥാനത്തെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ബാക്കിയാകുന്ന ചോദ്യം.